വോട്ടെണ്ണലിന് 10 ദിവസം മാത്രം അവശേഷിക്കെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനോട് അതേ ചോദ്യം. 4-ാം തീയതി എന്ത് സംഭവിക്കും? ഒട്ടും ഇടർച്ചയും പതർച്ചയുമില്ലാത്ത മറുപടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തിയിട്ടാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ലോ. അല്ല, നമ്പറൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഉണ്ടല്ലോ. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഉണ്ടല്ലോ. നല്ല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ആ നമ്പറിന്റെ കുറച്ചും കൂടി മുമ്പിലാണെന്ന് അർത്ഥം. അതാണ് നേരത്തെ പറഞ്ഞത്. 90 ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് അതിൽ തന്നെ നിൽക്കുന്നത്. അതെ, ഒരു സംശയവും വേണ്ട. 3.0 ലോഡഡ്. എത്ര സീറ്റ് എന്നതിനെ സംബന്ധിച്ച് പ്രസക്തിയില്ല. എന്തായാലും ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം ഉറപ്പാണ്. 4-ാം തീയതി വരെ കോൺഗ്രസ്സുകാർ ആകാശത്തേക്ക് വെടിവെച്ച് പരമാവധി ഫണ്ട് പിരിവ് നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തതിൻ്റെ മറ്റൊരു വേർഷനും വനവാസ എപ്പിസോഡുകൾക്കും അവസരമുണ്ടാകുമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വയ്ക്കുമ്പോൾ കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടി. പിന്നെ അവകാശവാദങ്ങളോ മാധ്യമങ്ങളിലൂടെയുള്ള പൊലിപ്പീരോ സൈബർ ഇടങ്ങളിലൂടെ അവകാശവാദങ്ങളോ ഉന്നയിക്കാനൊന്നുമില്ല. കാര്യം തിരഞ്ഞെടുക്കേണ്ടത് വോട്ടർമാരാണ്. ആ വോട്ടർമാരെ പരിഹസിക്കുന്ന തരത്തിൽ അവരെടുത്ത തീരുമാനത്തെയോ അവരുടെ സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നു കയറാതെ അവരെടുത്ത തീരുമാനം അത് അവകാശവാദങ്ങൾ ഇല്ലാതെ അംഗീകരിക്കാനുള്ള മനോഭാവത്തിൽ തന്നെയാണ് ഇടതുപക്ഷം. അത് തന്നെയാണ് വേണ്ടത്. ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ്. അല്ലാതെ മതങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ സതീശൻ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നിടത്ത് എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്ന് ഒട്ടും ആശങ്കയില്ലാതെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 10 വർഷം അധികാരത്തിലിരുന്നു, ചരിത്രം സൃഷ്ടിച്ചു. വീണ്ടും തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും അതിന് അവസരം നൽകേണ്ടത് ജനങ്ങളാണ്. അത് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ ലഭിച്ച കണക്കുകൾ പ്രകാരം 90+ സീറ്റ് കിട്ടുമെന്നുള്ള ശക്തമായ പ്രതീക്ഷ. അതിനോടൊപ്പം തന്നെ ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം. അത് ഇപ്പോഴും അടിവരയിട്ട് പറയുമ്പോൾ 100, 110 എന്ന് ബൂത്ത് തലത്തിലെ കണക്ക് പോലും എടുക്കാതെ അന്തരീക്ഷത്തിലെ കണക്ക് കൊണ്ടും ചില മതസംഘടനകളും സാമുദായിക ധ്രുവീകരണത്തിൽ കണ്ണും നട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനപ്പുറമുള്ള റിയാലിറ്റി എന്താണെന്ന് അടുത്ത 10 ദിവസം കഴിയുമ്പോൾ വെളിച്ചം കാണാൻ പോവുകയാണ്. അതുവരെ വെയിറ്റ് ആൻഡ് സീ എന്ന നിലപാടിലാണ് ഇടതുപക്ഷം.